അതുകൊണ്ട് ഇളാഅത്തുൽ മാലി മുതൽ വെറുതെ കളയുക. ലോട്ടറി ഹറാമാണ്, കാരണം അത് ഇളാഅത്തുൽ മാലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇളാഅത്തുൽ മാൽ അത് ലോട്ടറി ഹറാമാണ്, അത് ഇളാഅത്തുൽ മാലാണ്, അത് മുതൽ വെറുതെ കളയലാണ്. അത് സ്വപ്നത്തിന്റെ പേരിൽ ഇളാഅത്തുൽ മാലാണ്, സ്വപ്നമാണ്. അങ്ങനെ അത് ഇളാഅത്തുൽ മാലാണ്. ഇളാഅത്തുൽ മാലായ കാര്യത്തെ കർശനമായി പുണ്യനബി വിരോധിച്ചിട്ടുണ്ട്. അതല്ലേ 1000 2000 ലോട്ടറികൾ എടുക്കും. അപ്പോൾ എത്രായിരം ഉറുപ്പികയാ പോവുക? അതിന് രസീത് വാങ്ങി പോരുക. 2000 ലോട്ടറി ടിക്കറ്റുകൾ ഒരേ അളവിൽ ഒരാളെങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിന് രസീറ്റ് വാങ്ങി എവിടെയെങ്കിലും ഒരു അടിക്കാതിരിക്കില്ല. എത്ര വലിയ സ്വപ്ന, തൊലയ ചൂതാട്ടത്തിന്റെ ചൂതാട്ടം. അതുകൊണ്ട് ഒരിക്കലും അമിതവ്യയം ചെയ്യരുത്, അനാവശ്യത്തിൽ പണം ചെലവഴിക്കരുത്. അവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഗൗരവമായി കണക്കിലെടുക്കണമെന്നും ഈ മഹത്തായ സമ്മേളനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം നശിക്കരുത്. ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ഒരു ദിവസം 40 കോടി രൂപ ദിവസേന പുറത്തു പോയാൽ നമ്മുടെ രാജ്യം തകരാൻ ഇനി എന്തു വേണം? നമ്മുടെ നാട് തകരും. നമ്മുടെ നിർമ്മാണത്തിന്റെ പണം അനാവശ്യമായി പോകും. അത് സ്വപ്നത്തിന്റെ പിന്നാലെയുമാണ് താനും. അതാകട്ടെ ലഭിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്കാണെങ്കിലും അവിടെ നിന്നാവുമല്ലോ എന്ന് വിചാരിക്കാം. പക്ഷേ അതിലേറിയ കൂറും ഒരു അച്ചടിക്കുന്ന ലോട്ടറി പോലും സംസ്ഥാനത്തിന്റെ പേരിലാണെങ്കിലും സംസ്ഥാനത്തിന് അറിയില്ല. അതിവിടെ ചില ലോട്ടറി രാജാക്കന്മാർ, ചില ലാട്ടിയക്കാരെ കണ്ണിൽ പൊടിയിട്ട് നടത്തുന്ന കളികളുടെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട്. ഇതിന്റെ ജനപക്ഷത്ത് നിൽക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ബഹുമാനപ്പെട്ട ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ഇതെന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്തിയാലായിരിക്കും. അള്ളാഹു അവർക്കൊക്കെ വലിയ ശക്തിയും കരുത്തും നൽകട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പടച്ചോൻ നല്ലത് നൽകട്ടെ. അവരൊക്കെ സഹകരിക്കുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമുണ്ട്. അവരൊക്കെ ജനപക്ഷത്ത് നിൽക്കുന്നവരെന്ന പ്രതീക്ഷയും നമുക്കുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കൂടി അവർക്കുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ. എല്ലാവിധ നാശങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഇൽമിനെ നാഫിയാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, രക്ഷിതാവേ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സാമൂഹികമായ ദുസ്ഥിതി ഇത് പരിഹരിച്ചു കിട്ടണമേ തമ്പുരാനെ. സമ്പൂർണമായ ഒരു ലോട്ടറി നിരോധനം അല്ലാഹുവേ ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് നൽകണമേ റബ്ബേ. ഞങ്ങളുടെ നാട് നന്നാവണമെങ്കിൽ സമ്പൂർണമായ ലോട്ടറി നിരോധനം വേണ്ടി വരും എന്ന് മന്ത്രി തോമസ് ഐസക്കും ഒരു വേള മുഖ്യമന്ത്രി തന്നെയും പറഞ്ഞിട്ടും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ലോട്ടറി നിരോധിച്ച രാജ്യത്തിനൊരു സംസ്ഥാനമാകുന്ന തമിഴ്നാട്ടിന് ഒരാപത്തും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഇതിനേക്കാൾ വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയായിരുന്നു തമിഴ്നാട്. എന്നിട്ടത് നിരോധിച്ചു, ഒരാപത്തും ഉണ്ടായിട്ടുമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ നിയമം ആ വഴിക്ക് നീങ്ങി ഭരണാധികാരികളാണ് ഈ വിഷയത്തിൽ ജനങ്ങളെ ഈ സ്വപ്നത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത്. അല്ലാഹുവേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. എല്ലാവരും സ്വപ്നത്തിന്റെ പിന്നാലെ ഓടുക. നേരം വെളുത്താൽ ലോട്ടറി എടുക്കാൻ, ലോട്ടറി ടിക്കറ്റ് നോക്കാൻ, ഇങ്ങനെ വൃദ്ധന്മാർ മുതൽ ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും ഇതൊരു സ്വപ്ന സാമ്രാജ്യമായി തീരുകയാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല ബോധം നൽകണമേ റബ്ബേ. മനുഷ്യന്റെ ആയുസ് സ്വപ്നത്തിന്റെ പിന്നിൽ കളയാനുള്ളതല്ല, പകരം ക്രിയാത്മകമായ നന്മകൾക്ക് വേണ്ടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നിന്റെ ബോധം എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ. എല്ലാവരെയും നീ നന്നാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സാമൂഹികമായ ദുരവസ്ഥയുടെ സാഹചര്യങ്ങളെ ഓർമ്മപ്പെട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും നിന്റെ മഹത്തായ പ്രതിഫലം നീ നൽകണമേ തമ്പുരാനെ. നിന്റെ വലിയ പ്രതിഫലം നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ ഖുർആനിക ദഅവത്തിന് നീ വലിയ ആയുസ്സും വലിയ ശക്തിയും നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇതിൽ പങ്കെടുക്കുന്ന കാരണത്താൽ ഞങ്ങളുടെ ദോഷം നീ പൂർത്തരണമേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾ ഇവിടെ ഉണ്ട്, നീ ശിഫയാക്കണമേ റബ്ബേ.
ഈ ദിനരാത്രങ്ങളിൽ ഷിഫാവിന് വലിയ പ്രാധാന്യമുള്ള സന്ദർഭത്തിൽ മഗ്ഫിറത്തും ഷിഫാഉം നൽകുന്ന ഈ സമയത്ത് നീ ഷിഫാ നൽകണമേ റബ്ബേ, മഗ്ഫിറത്തും നൽകണമേ റബ്ബേ. രോഗികൾക്കൊക്കെ നീ ഷിഫ നൽകണമേ റബ്ബേ, മരിച്ചവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, വനിതാ വാളണ്ടിയറുടെ ഉപ്പ മരിച്ചിട്ടുണ്ട്, നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ, പല ആളുകളുടെയും പലരും ബന്ധപ്പെട്ടവരും മരണപ്പെട്ടു പോയി, നീ മഗ്ഫിറത്ത് ചെയ്യണമേ തമ്പുരാനെ. ഫിർദൗസിന്റെ വാതിൽ അവരുടെ ഖബറിലേക്ക് നീ തുറക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിർമ്മാണമുള്ള ഒരു നാടായി ഞങ്ങളുടെ നാട്ടിൽ നീ മാറ്റണമേ റബ്ബേ. ഹലാലായ ഭക്ഷണം നൽകണമേ റബ്ബേ, ഹലാലായ പണം നൽകണമേ റബ്ബേ. സ്വപ്നത്തിന്റെ പിന്നാലെ പോകുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് ഈ മണ്ണിൽ തന്നെ അധ്വാനിച്ച് നേടാൻ കരുത്ത് നൽകണമേ റബ്ബേ. എന്നും ഒരു ഗൾഫ്, ഒരു നാട്ടിൽ ജനിക്കുന്ന ആളുകൾക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ പുറത്തു പോകണം. അതാണ് നാട്ടിന്റെ വലിയ പരാജയമാണ്. അതൊരു പരാജയപ്പെട്ട നാടിന്റെ രീതിയാണ്. ഒരു നാട്ടിൽ ഉള്ള മനുഷ്യന്മാർക്ക് ജീവിക്കണമെങ്കിൽ പുറത്തു പോയി കഞ്ഞുടിക്കാൻ എന്നാണ് വളരെ മോശപ്പെട്ട ഒരവസ്ഥയാണത്. ഈ നാട്ടിൽ ഞങ്ങൾക്ക് കഞ്ഞുടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമേ റബ്ബേ. ഇവിടെ നീ നിർമ്മാണം അധികരിപ്പിച്ചു തരണമേ റബ്ബേ. ഇവിടുന്ന് വേറുള്ളവർ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ പണം ഇവിടെ കിട്ടണമേ തമ്പുരാനെ. എല്ലാ നാട്ടിലെയും പണം ഇവിടെ വരണമെന്നാണല്ലോ ദുആ ചെയ്തത് സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെ ഞങ്ങൾക്കും നീ നൽകണമേ തമ്പുരാനെ. എല്ലാ നാട്ടിലെ വിഭവങ്ങളും ഇവിടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു സയ്യിദുനാ ഇബ്രാഹിം. അല്ലാഹുവേ, ഞങ്ങളെ നാട്ടിലും അങ്ങനെ നൽകണമേ തമ്പുരാനെ. കരുത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുവേ, റഹ്മത്ത് ചൊരിയണമേ റബ്ബേ. പടച്ചവനെ, നിന്റെ ഇത്ഖ് നീ നൽകണമേ റബ്ബേ. നരകമോചനം നൽകണമേ തമ്പുരാനെ. നരകമോചനം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, കൗസറിൽ ഞങ്ങളെ കുടിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റബ്ബേ. പുണ്യനബിയോടുകൂടെ സ്വർഗത്തിലാക്കണമേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകണമേ റബ്ബേ. ഹർമൈൻ ഷരീഫെ നീ സംരക്ഷിക്കണമേ റബ്ബേ. പല ജാതി പ്രയാസങ്ങളോടുകൂടി ഇവിടെ വന്നവരുണ്ട്. പലരുടെയും ലിസ്റ്റ് വായിച്ചു. ഓരോന്നും നീ അറിയുന്നവനാണ്. എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബർക്കത്തുണ്ട്. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ പ്രയാസവും പരിഹരിക്കണമേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടും തീർക്കണമേ റബ്ബേ. എല്ലായിടത്തും രക്ഷ നൽകണമേ റബ്ബേ. നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു തരണമേ റബ്ബേ. നീ ഞങ്ങളെ സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.